നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ കുറ്റം പറയാറുണ്ടല്ലേ? പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ പോലെ വലിയ പെട്രോളിയം നിക്ഷേപങ്ങൾ ഇല്ലാത്തതെന്ന്? വണ്ടിയൊന്ന് ഒതുക്കി നിർത്തുക, കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മുടെ ഭൂമിയുടെ ചരിത്രമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിലെ സസ്യങ്ങളും ജീവികളും ചത്തു ചീഞ്ഞ് മണ്ണടിഞ്ഞ് കടുത്ത ചൂടും സമ്മർദ്ദവും കാരണമാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റ്, അതായത് ഗൾഫ് രാജ്യങ്ങൾ പണ്ട് വലിയൊരു സമുദ്രത്തിൻ്റെ ഭാഗമായിരുന്നു. അവിടെ വലിയ തോതിൽ ജീവികൾ അടിഞ്ഞുകൂടി. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം രൂപപ്പെട്ടത് കഠിനമായ പാറകൾ നിറഞ്ഞ ഡെക്കാൻ ട്രാപ്സ് പോലുള്ള അഗ്നിപർവ്വത ലാവ ഉരുകിയുണ്ടായ ഭൂപ്രകൃതിയിലാണ്. ഇവിടെ എണ്ണ രൂപപ്പെടാനുള്ള സാഹചര്യം കുറവായിരുന്നു. ഇന്ത്യയിൽ എണ്ണയേ ഇല്ല എന്നല്ല കേട്ടോ. ആസാം, മുംബൈ തീരങ്ങൾ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നമുക്ക് നിക്ഷേപമുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വെറും കടലിലെ കടുകുമണി പോലെയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇനിയും കൃത്യമായ എണ്ണ പര്യവേക്ഷണം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ ചെലവുള്ളതും റിസ്ക്കുള്ളതുമായ ജോലിയാണിത്. ഇനി മറ്റൊരു പ്രധാന വശമുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. നമ്മുടെ ആവശ്യകത, ഡിമാൻഡ് വളരെ കൂടുതലാണ്. നമുക്ക് ഉള്ള എണ്ണ നിക്ഷേപം വെച്ച് നമ്മുടെ ആവശ്യത്തിൻ്റെ വെറും 15 മുതൽ 20% മാത്രമേ നികത്താൻ കഴിയൂ. ബാക്കി 80-85% നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വില കൂടുന്നത്. ചുരുക്കം പറഞ്ഞാൽ, പ്രകൃതിയിൽ നമുക്ക് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ എണ്ണ കുറഞ്ഞത്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളിലേക്കും സോളാർ എനർജിയിലേക്കും എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്കുമൊക്കെ അതിവേഗം മാറുന്നത്. അപ്പോൾ ഇനി പെട്രോൾ അടിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുമല്ലോ അല്ലേ? ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.